ഹലോ ഫ്രണ്ട്സ്, കെംഫോടെക്കിലേക്ക് സ്വാഗതം. ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻസൈംസിനെ പറ്റിയാണ്. നിങ്ങൾ കാറ്റലിസ്റ്റ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും. എന്താണ് കാറ്റലിസ്റ്റ്? കാറ്റലിസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അങ്ങനെ ഒരു ബയോകെമിക്കൽ റിയാക്ഷനിൽ ആക്ട് ചെയ്യുന്ന കാറ്റലിസ്റ്റ്, അതിന് പൊതുവെ വിളിക്കുന്ന പേരാണ് എൻസൈംസ്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എൻസൈം കാറ്റലിസിസിലേക്ക് കിടക്കാം. കാറ്റലിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷൻ്റെ സ്പീഡിനെ ഓൾട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെക്കാനിസത്തിന് വിളിക്കുന്ന പേരാണ് കാറ്റലിസിസ്. അത് ചെയ്യുന്നത് എൻസൈം ആണെങ്കിൽ അതിന് എൻസൈം കാറ്റലിസിസ് എന്ന് പറയും. നമുക്കറിയാം എൻസൈംസ് ആർ ജനറലി റിഗാർഡഡ് ആസ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ഓർ ബയോകെമിക്കൽ കാറ്റലിസ്റ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസൈംസ് കാറ്റലൈസ് ചെയ്യുന്നത് ബയോളജിക്കൽ റിയാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ബയോകെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതുകൊണ്ടാണ് അതിനെ ഇതിനെ എൻസൈംസിനെ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൈ എൻസൈം കാറ്റലിസിസ് ഈസ് നോൺ ആസ് ബയോളജിക്കൽ കാറ്റലിസിസ്. ഓക്കെ, ഇനി എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ദേ ആർ കോംപ്ലക്സ് നൈട്രോജീനിയസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ പ്രോട്ടീൻ മോളിക്യൂൾസ് ഓഫ് ഹൈ മോളിക്കുലർ മാസസ്. അപ്പോൾ എൻസൈംസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പറയുമ്പോൾ എൻസൈംസ് ആർ കോംപ്ലക്സ് നൈട്രോജീനിയസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ പ്രോട്ടീൻ മോളിക്യൂൾസ് ഓഫ് ഹൈ മോളിക്കുലർ മാസ് എന്ന് പറയും. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയും. അതിൻ്റെ എൻസൈംസിൻ്റെ എക്സാമ്പിൾസ് ഇൻവെർട്ടേസ്, മാൾട്ടേസ്, ഡയസ്റ്റേസ് എക്സെട്ര. അങ്ങനെ കുറേ എൻസൈംസിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിനകത്ത് പരീക്ഷയ്ക്ക് അതും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് എൻസൈംസിൻ്റെ റിയാക്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിലൊന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻസൈം ഇൻവെർട്ടേസ്, കെയിൻ ഷുഗറിൻ്റെ കൺവേർഷൻ ഓഫ് കെയിൻ ഷുഗർ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അത് ചെയ്യുന്നത് എൻസൈമിൻ്റെ പേര് ഇൻവെർട്ടേസ്. രണ്ടാമത്തത് കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് വേണ്ടുന്നത് എൻസൈം സൈമേസ്. ഇനി കൺവേർഷൻ ഓഫ് സ്റ്റാർച്ച് ടു മാൾട്ടോസ്, അത് ചെയ്യുന്ന എൻസൈമാണ് ഡയാസ്റ്റേസ്. ഓക്കെ, പിന്നെ കൺവേർഷൻ ഓഫ് മാൾട്ടോസ് ടു ഗ്ലൂക്കോസ് ചെയ്യുന്ന എൻസൈം മാൾട്ടേസ്. ഈ ഇക്വേഷൻസ് ഒക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് കൺവേർഷൻ ഓഫ് യൂറിയ ടു അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, എൻസൈം ഈസ് യൂറിയേസ്. അപ്പോൾ ഈ 5 എൻസൈം എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക: ഇൻവെർട്ടേസ്, സൈമേസ്, ഡയസ്റ്റേസ്, മാൾട്ടേസ് ആൻഡ് യൂറിയേസ്. ഇതിൽ ഇൻവെർട്ടേസ് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. അത് വളരെ സിമ്പിളാണ്. കെയിൻ ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്ന ഇൻവെർട്ടേസ് ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സൈമേസ് ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും, ചിലർ കേട്ടിട്ടുണ്ടാവും. കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈഥൈൽ ആൽക്കഹോൾ. എന്തിനാ ഈഥൈൽ ആൽക്കഹോൾ ഉപയോഗിക്കുക? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബീവറേജ് അല്ലേ? അപ്പോൾ ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടാക്കാനുള്ളൊരു മാർഗം എന്താണ്? കെയിൻ ഷുഗറിൻ്റെ അകത്ത് ഇൻവെർട്ടേസ് ചേർക്കുക, എന്നിട്ട് അതിനെ ഗ്ലൂക്കോസ് ആക്കുക. ഗ്ലൂക്കോസിൽ സൈമേസ് ചേർക്കുക. സൈമേസ് ചേർത്ത് കഴിഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും അല്ലേ? ഓക്കെ, ഇനി അപ്പോൾ ഇൻവെർട്ടേസും സൈമേസും. പിന്നെ ഡയസ്റ്റേസ്, കൺവേർഷൻ ഓഫ് സ്റ്റാർച്ച് ടു മാൾട്ടോസ്. പിന്നെ അടുത്തത് ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം മാൾട്ടോസ് ടു ഗ്ലൂക്കോസ്. അപ്പോൾ മാൾട്ടോസിനെ മാൾട്ടേസ് ഗ്ലൂക്കോസ് ആക്കും. അടുത്തത് ഓർമ്മിക്കാൻ എളുപ്പമാണ്, യൂറിയ അമോണിയം കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നത് യൂറിയേസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എൻസൈം കാറ്റലിസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഫീച്ചേഴ്സ് ഓഫ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എൻസൈംസ് എന്ന് പറയും, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കാറ്റലിസിസ് എന്ന് ചോദിക്കാറുണ്ട്. ഇത് മെയിൻലി 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഒരു 4 പോയിൻറ്റ്സാണ് സാധാരണഗതിയിൽ വേണ്ടത്. നമ്മളിപ്പോൾ 6 പോയിൻ്റ് പഠിക്കും. അതിൽ ഏതെങ്കിലും ഒരു 4 പോയിൻ്റ് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അതിലൊന്നാമത്തെ പോയിൻ്റ്, എൻസൈം ആക്ഷൻ ഈസ് ഹൈലി എഫിഷ്യൻറ്റ്. എൻസൈം ആക്ഷൻ ഈസ് ഹൈലി എഫിഷ്യൻറ്റ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കറിയാം, നമ്മളിപ്പോൾ 1 കിലോ മാവ് പുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ ഈസ്റ്റ് ഉപയോഗിക്കുമല്ലോ അല്ലേ? മാവ് പുളിപ്പിക്കാൻ ഈസ്റ്റ് ഉപയോഗിക്കും. അപ്പോൾ 1 കിലോ മാവിന് നമ്മൾ എത്ര ഈസ്റ്റ് ഉപയോഗിക്കും? 1 കിലോ ഈസ്റ്റ് വേണോ? വേണ്ട, ഒരു 2-3 തരി ഈസ്റ്റ് ഇട്ടാൽ മതിയാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എൻസൈംസിനൊരു പ്രത്യേകതയുണ്ട്. ചെറിയ ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് എൻസൈംസ് ക്യാൻ കൺവേർട്ട്
മില്യൺസ് ഓഫ് റിയാക്റ്റൻസ് ടു പ്രോഡക്ട്സ് പെർ മിനിറ്റ്. അതായത് മില്യൺസ് ഓഫ് റിയാക്റ്റൻസിനെ പ്രൊഡക്റ്റാക്കി മാറ്റാൻ, ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പ്രൊഡക്റ്റാക്കി മാറ്റാനുള്ള കഴിവ് ആർക്കുണ്ട്? എൻസൈംസിനുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എൻസൈം ആക്ഷൻ ഈസ് ഹൈലി എഫിഷ്യൻറ്റ്. രണ്ടാമത്തത് എൻസൈം ആക്ഷൻ ഈസ് ഹൈലി സ്പെസിഫിക് എന്ന് പറയും. എന്തുകൊണ്ടാണ് സ്പെസിഫിക് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബയോകെമിക്കൽ റിയാക്ഷനിലും നമുക്കറിയാം ഒരുപാട് എൻസൈംസ് ഉണ്ട്. എല്ലാ എൻസൈംസും എല്ലാ റിയാക്ഷനിലും ബാധകം ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ കാറ്റലിസ്റ്റിൻ്റെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഹേബർ പ്രോസസ്സിൽ പഠിച്ചിട്ടുണ്ട്. സ്പോഞ്ചി അയൺ ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. അതുപോലെ വനേഡിയം പെൻറ്റോക്സൈഡ് നമ്മൾ മറ്റൊരു ഇടത്തിൽ നമ്മൾ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ഈ ഹേബർ പ്രോസസ്സിൽ വനേഡിയം പെൻറ്റോക്സൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമോണിയയുടെ പ്രൊഡക്ഷൻ നടക്കുമോ? ഇല്ല. അതേപോലെ തന്നെ എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബയോകെമിക്കൽ റിയാക്ഷനിൽ ഒരു പർട്ടിക്കുലർ എൻസൈം ആക്ട് ചെയ്യുമെങ്കിൽ അതേ എൻസൈം മറ്റ് ബയോകെമിക്കൽ റിയാക്ഷനിൽ ആക്ട് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ എൻസൈം ആക്ഷൻ കാണിക്കണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം എൻസൈം ആക്ഷൻ ഈസ് ഹൈലി സ്പെസിഫിക്. മൂന്നാമത്തെ പോയിൻ്റ്, നമുക്കറിയാം നമ്മൾ ഈ മാവ് പുളിപ്പിക്കാനൊക്കെ വെക്കുമ്പോൾ ഒരിക്കലും മാവ് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല. നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറിൽ വിടുക ചെയ്യാം. കാരണം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാധാരണ മാവ് പുളിക്കുന്ന ആക്ഷൻ, അതായത് എൻസൈമാറ്റിക് ആക്ഷൻ തടസ്സം സംഭവിക്കും, അല്ലെങ്കിൽ സ്പീഡിൽ നമുക്ക് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ അപ്പമൊക്കെ ചുടാൻ വേണ്ടി തലേ ദിവസം മാവ് കുതിർത്ത് അതിനകത്ത് ഈസ്റ്റ് ഇട്ടിട്ട് തലേ ദിവസം ഇടും. പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഫെർമെൻറ്റേഷൻ നടക്കും, മാവ് പുളിക്കും. അതിനെ കൊണ്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുക. അതെടുത്ത് ആരും ഫ്രിഡ്ജിൽ വെക്കാറില്ല. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസൈം ആക്ഷൻ ഈസ് ആക്റ്റീവ് അണ്ടർ ഓപ്റ്റിമം ടെമ്പറേച്ചർ. ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് റൂം ടെമ്പറേച്ചർ 298 to 310 കെൽവിനിലാണ് എൻസൈം ആക്ഷൻ അതായത് ഹൈലി ആക്റ്റീവ് ആവുന്നത്. അതേപോലെ തന്നെ എൻസൈം ആക്ഷൻ ഈസ് ഹൈലി ആക്റ്റീവ് അണ്ടർ ഓപ്റ്റിമം pH 5 to 7. pH 5 to 7 എൻസൈം ആക്ഷൻ ഹൈലി. അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് കോ എൻസൈംസ്. അതായത് നമ്മുടെ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനാണ് പൊതുവെ കോ എൻസൈംസ് എന്ന് പറയാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് വൈറ്റമിൻസ്. വെൻ വൈറ്റമിൻസ് ആർ ആഡഡ് അലോങ് വിത്ത് എൻസൈംസ് കാറ്റലൈറ്റിക് ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു എക്സാമ്പിളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇനി ആക്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേ ആക്ഷന് വേണ്ടി എൻസൈംസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന മെറ്റൽ അയോൺസിനാണ് പൊതുവെ ആക്ടിവേറ്റേഴ്സ് എന്ന് പറയാം. അതായത് സോഡിയം അയോൺസ്, മാംഗനീസ് അയോൺ, കൊബാൾട്ട് അയോൺ, ഇതൊക്കെ നമ്മൾ ആക്ടിവേറ്റേഴ്സായി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലാസ്റ്റ് പോയിൻ്റ് വരുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് പോയ്സൺസ്. അതായത് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ റിയാക്ഷനിൽ നമുക്ക് എൻസൈമിൻ്റെ ആക്ഷൻ അത്ര വേണ്ട, ഒന്ന് കുറക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചില സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. അതിന് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. ഇനി നന്നായിട്ട് കുറക്കണമെങ്കിൽ അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ എൻസൈം ആക്ഷൻ വേണ്ട, അതിൻ്റെ ആക്ടിവിറ്റി നീലാക്കാൻ വേണ്ടി ചിലപ്പോൾ ആഡ് ചെയ്യുന്ന ഒരു സംഭവത്തിന് വിളിക്കുന്ന പേരാണ് പോയ്സൺസ്. അപ്പോൾ എൻസൈമിൻ്റെ കൂടെ ഇൻഹിബിറ്റേഴ്സും പോയ്സൺസും ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. ഈ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ് മെക്കാനിസം ഓഫ് എൻസൈം കാറ്റലിസിസ്. എൻസൈം കാറ്റലിസിസിൻ്റെ മെക്കാനിസം. ഇതിൽ നിങ്ങൾക്ക് ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടി ശരിക്കും മനസ്സിലാവേണ്ടതാണ്. അതായത് നമുക്കറിയാം എൻസൈം ആക്ഷൻ ഈസ് ഹൈലി സ്പെസിഫിക് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതായത് എല്ലാ എൻസൈംസും എല്ലാ ബയോകെമിക്കൽ റിയാക്ഷനിലും ആക്റ്റീവ് ആവില്ല. സം പെർട്ടിക്കുലർ ബയോകെമിക്കൽ റിയാക്ഷനിൽ പെർട്ടിക്കുലർ എൻസൈംസ് മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ. അതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ബയോകെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റിനെ നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയും. ഓക്കെ, ഈ സബ്സ്ട്രേറ്റിൻ്റെ സർഫസിൻ്റെ അകത്ത് കാണുന്ന ഈ ഡയഗ്രത്തിൽ കാണുന്നില്ലേ, സബ്സ്ട്രേറ്റിൻ്റെ സർഫസിൽ ഒരു പർട്ടിക്കുലർ ഷേപ്പുള്ള ഒരു വോയിഡ് കാണാം നമുക്ക്. ഇതാണ് സബ്സ്ട്രേറ്റിൻ്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ നടക്കാൻ സാധ്യതയുള്ള സ്ഥലം. ഇവിടെ ഈ ആക്റ്റീവ് സൈറ്റിലാണ് എൻസൈം വന്ന് നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലം ഇതിൻ്റെ ആക്റ്റീവ് സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ എൻസൈം വന്ന് നിൽക്കുമ്പോൾ മാത്രമേ എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ അവിടെ റിയാക്ഷൻ നടക്കുള്ളൂ.
അപ്പോൾ ഇത് വളരെ ഷേപ്പ് സെലക്റ്റീവായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈമിൻ്റെ അഥവാ സബ്സ്ട്രേറ്റിൻ്റെ ഈ റിയാക്ഷൻ സൈറ്റ് ആക്ഷൻ സൈറ്റിൻ്റെ അതേ ഷേപ്പിലുള്ള എൻസൈം മാത്രമേ അവിടെ ഫിക്സ് ആവുള്ളൂ. നമുക്കറിയാം എൻസൈംസ് പല ഷേപ്പിലുള്ള എൻസൈംസ് ഉണ്ടാവും, പക്ഷേ സബ്സ്ട്രേറ്റിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ സൂട്ട് ചെയ്യുന്ന എൻസൈം മാത്രമേ എൻസൈമാറ്റിക് ആക്ഷൻ സ്യൂട്ട് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയും എൻസൈം ആക്ഷൻ ഈസ് റെഫേർഡ് ടു ആസ് കീ ലോക്ക് അറേഞ്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഈ മെക്കാനിസത്തിന് കീ ലോക്ക് മെക്കാനിസം എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ്? ഒരു ലോക്ക് തുറക്കാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ കീ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? എല്ലാ കീ കൊണ്ട് എല്ലാ ലോക്കും ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റിന് പെർട്ടിക്കുലർ എൻസൈം, ഇതിൻ്റെ ഷേപ്പ് ഈ ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പിൽ എൻസൈം റിയാക്ട് വിത്ത് സബ്സ്ട്രേറ്റ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ടു ഫോം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇതൊരു ഇൻ്റർമീഡിയറ്റ് ആണ്, ഹൈലി റിയാക്റ്റീവാണ്, അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ അൺസ്റ്റേബിളുമാണ്. ഇപ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ അകത്ത് എൻസൈമും പ്രൊഡക്റ്റും സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് ഗീവ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഗീവ്സ് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ്, എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഗീവ്സ് എൻസൈം പ്ലസ് പ്രൊഡക്റ്റ്. ഇതാണ് എൻസൈം കാറ്റലിസിസിൻ്റെ മെക്കാനിസം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ എൻസൈം ആക്ഷൻ അല്ലെ മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വൈ എൻസൈം ആക്ഷൻ ഈസ് റെഫേർഡ് ടു ആസ് കീ ലോക്ക് മെക്കാനിസം എന്ന് ചോദിക്കാം. ഈ ഡയഗ്രം ഉൾപ്പെടെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ കണ്ടത് എൻസൈം എന്താണെന്ന് കണ്ടു, എൻസൈം ആക്ടിവിറ്റി എന്താണെന്ന് കണ്ടു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കണ്ടു, പിന്നെ എൻസൈം മെക്കാനിസം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ കണ്ടത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി കാണുന്നവരെ ബൈ.